പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ സൈനിക നടപടി ആരംഭിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുകയും ഷെല്ലിങ്ങും ഡ്രോൺ ആക്രമണവും നടത്തിയിരുന്നു. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേതാക്കൾ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ ഇന്ത്യ പാക് പോര് രൂക്ഷമായതോടെ ഹൈദരാബാദിലെ കറാച്ചി ബേക്കറിക്ക് നേരെ കടുത്ത ആക്രമണമാണ് സൈബറിടത്തിലും അല്ലാതെയും ഉണ്ടായത്. പാകിസ്ഥാനിലെ നഗരമായ കറാച്ചിയുടെ പേരുമായുള്ള സാമ്യമാണ് ഇതിന് കാരണം. ഹൈദരാബാദിലെ കറാച്ചി ബേക്കറിക്ക് മുന്നിൽ നിരവധി പ്രതിഷേധക്കാർ തടിച്ചുകൂടുകയും ഇന്ത്യൻ പതാകകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ കറാച്ചി ബേക്കറിയുടെ ഉടമകൾ രംഗത്തെത്തുകയും തങ്ങളുടെ സ്ഥാപനം പൂർണ്ണമായും ഒരു ഇന്ത്യൻ ബ്രാൻഡാണെന്നും അതിന് പാകിസ്ഥാനുമായി യാതൊരു ബന്ധവുമില്ലെന്നും അറിയിച്ചു. एक्चुअली ये हमारा ब्रांड कराची बेकरी 1953 से हैदराबाद में ही है. हम लोग हैदराबाद, हमारे ग्रैंडफादर हैदराबाद में ही स्टार्ट किए थे कराची बेकरी, और हम लोग आज 72 ईयर्स हो गए. हम लोग नेशनलिटी हम लोग इंडिया का ही है. हर चीज़ हमारा, हर चीज़ इंडिया में ही है. हर चीज़ ब्रांड हमारा कराची बेकरी इसलिए रखा गया था क्योंकि हमारे ग्रैंडफादर जब 1947 में पार्टीशन के बाद जब इंडिया आए थे तो वो अपनी एक मोहब्बत और वहाँ से अपना जो नाम है वो लेकर आए थे. हैदराबाद वो उस टाइम पे भी वो हैदराबाद में थे. ये हैदराबाद में आके उन्होंने वो नाम लेकर के आया था. സംഘർഷ സാധ്യത തുടരുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും മതിയായ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി रेवंत रेड्डी അവർ അഭ്യർത്ഥിച്ചിരുന്നു. चीफ मिनिस्टर साहब रेवंत रेड्डी सर को और हमारे डीजीपी सर और कमिश्नरेट सबको रिक्वेस्ट करते हैं कि हमको काइंडली सपोर्ट कीजिए. इस समय सारा इंडिया जो गुजर रहा है इस प्रॉब्लम से, वी कैन अंडरस्टैंड, बट हम लोग को काइंडली सपोर्ट कीजिए कि नॉट टू चेंज आवर नेम. വിവാദം തുടരുന്നതിനിടെ കറാച്ചി ബേക്കറിക്ക് ആ പേര് എങ്ങനെയാണ് ലഭിച്ചതെന്ന് പരിശോധിക്കാം. കറാച്ചി ബേക്കറിയുടെ സ്ഥാപകനായ കാൻചന്ദ് രാംനാനിയോടുള്ള ആദരസൂചകമായാണ് ആ പേര് നൽകിയിരിക്കുന്നത്. കറാച്ചിയിൽ അദ്ദേഹം ഒരു ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ബിസിനസ് നടത്തിയിരുന്നു. 1953 ഹൈദരാബാദിലെ മോസം ജാഹി മാർക്കറ്റിലാണ് ഈ ബേക്കറി സ്ഥാപിതമായത്. 1947 ഇന്ത്യ പാക് വിഭജന കാലത്ത് പാകിസ്ഥാനിലെ സിന്ധിൽ നിന്ന് തന്റെ 4 ആൺമക്കളോടൊപ്പം ഇന്ത്യയിലേക്ക് താമസം മാറിയ സിന്ധി ഹിന്ദു കുടിയേറ്റക്കാരായ രാംനാനിയാണ് ഈ ബേക്കറി സ്ഥാപിച്ചത്. രാംനാനിയുടെ ജന്മനാടിനോടും അവിടെ നിന്നും താൻ കൊണ്ടുവന്ന പാചക പാരമ്പര്യങ്ങളോടുള്ള ആഴമായ ഗൃഹാതുരത്വമാണ് ഈ പേര് പ്രതിഫലിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ സമാനതകളില്ലാത്ത രുചിയുടെയും പൈതൃകത്തിന്റെയും പ്രതീകമായി അത് നിലകൊള്ളുന്നു. ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ബേക്കറി ബ്രാൻഡുകളിലൊന്നായി അത് തുടരുകയാണ്. ആദ്യകാലങ്ങളിൽ കാൻചന്ദ് രാംനാനി മൊത്തക്കച്ചവടക്കാരിൽ നിന്നായിരുന്നു ബേക്കറി ഉൽപ്പന്നങ്ങൾ വാങ്ങിയിരുന്നത്. 1960 ആയപ്പോഴേക്കും ഫ്രൂട്ട് ബിസ്ക്കറ്റുകളും ഒസ്മാനിയ ബിസ്ക്കറ്റുകളും കൈകൾ ഉപയോഗിച്ച് നിർമ്മിച്ചു തുടങ്ങി. അവയുടെ സവിശേഷമായ രുചിയും ഗുണനിലവാരവും ഉപഭോക്താക്കളെ വേഗത്തിൽ ആകർഷിച്ചു. വൈകാതെ ബേക്കറിയുടെ വളർച്ച അത് ദ്രുതഗതിയിലാക്കി. ഇന്ന് കറാച്ചി ബേക്കറിയിലെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെമ്പാടും ലഭിക്കും. കൂടാതെ വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുകയും ചെയ്യുന്നു. ഹൈദരാബാദിൽ 23 ഔട്ട്ലെറ്റുകളാണ് കമ്പനിക്കുള്ളത്. കൂടാതെ ബംഗളൂരു, ചെന്നൈ, മുംബൈ, ഡൽഹി തുടങ്ങിയ പ്രധാന നഗരങ്ങളിലും അവർക്ക് ഔട്ട്ലെറ്റുകളുണ്ട്. മിഡിൽ ഈസ്റ്റ്, UK, US, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങി 20-ലധികം രാജ്യങ്ങളിലേക്ക് അവർ തങ്ങളുടെ വിഭവങ്ങൾ കയറ്റി അയക്കുന്നു. ഇന്ത്യ പാക് സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കറാച്ചി ബേക്കറിയുടെ പേര് മാറ്റണമെന്ന് ചിലർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാലും ബ്രാൻഡിന്റെ മുന്നോട്ടുള്ള യാത്ര തുടരുകയാണ്. ഒരു ദിവസം ഏകദേശം 10 ടൺ ബിസ്ക്കറ്റുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കൂടാതെ പ്രതിവർഷം 100 കോടിയിലധികം രൂപയുടെ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഫ്രൂട്ട് ബിസ്ക്കറ്റുകൾ, ഒസ്മാനിയ ബിസ്ക്കറ്റുകൾ, ദിൽഖുഷ് പഫ് പേസ്ട്രി, പ്ലം കേക്ക്, റസ്ക്, ചോക്ലേറ്റ് കേക്ക്, ടോസ്റ്റ്, ബൺസ്, മിഠായി, പേസ്ട്രി തുടങ്ങിയവയാണ് കറാച്ചി ബേക്കറിയുടെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഉൽപ്പന്നങ്ങൾ.